നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ ബംഗളൂരുവിൽ വൻ സുരക്ഷാ വീഴ്ച. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകേണ്ട പാതയ്ക്ക് സമീപത്തു നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു. ശ്രീ രവിശങ്കറിന്റെ 70ാം പിറന്നാൾ ആഘോഷത്തിലും ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷികാഘോഷത്തിലും പങ്കെടുക്കാൻ മോദി എത്താനിരിക്കെയാണ് നഗരത്തെ നടുക്കിയ ഈ സംഭവം. കഗ്ഗാലിപുരയിലെ താത്തുഗുനിക്ക് സമീപത്തു നിന്നാണ് മാരകശേഷിയുള്ള ജലാറ്റിൻ സ്റ്റിക്കുകൾ പോലീസ് പിടിച്ചെടുത്തത്. ബംഗളൂരുവിൽ നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള കനക്പുര റോഡിലുള്ള ശ്രീ രവിശങ്കറിന്റെ ആശ്രമത്തിന് 45 വർഷം തികയുന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് മോദി എത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് ഇതിനോടകം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോരമംഗലിക്ക് സമീപത്തു നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. HALന്റെയും ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററിന്റെയും പരിസരത്ത് സ്ഫോടനം നടക്കുമെന്ന് ഇയാൾ രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കുകയായിരുന്നു. ലോഹിത് എന്ന 40-കാരനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ലോഹിതിനെ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണെന്നും എന്നാൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയ സംഭവവുമായി ഇയാൾക്ക് ബന്ധമുള്ളതായി കരുതുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ചില റിപ്പോർട്ടുകളുണ്ട്. മുൻപും VVIP സന്ദർശന വേളകളിൽ ഇത്തരം വ്യാജ ഫോൺ കോളുകൾ ഇയാൾ മുൻപ് നടത്തിയിട്ടുണ്ടെന്നും ഇയാൾക്ക് മാനസിക അസ്വസ്ഥ്യമുള്ളതായി സംശയിക്കുന്നതായും പോലീസ് വ്യക്തമാക്കി. താൻ തന്നെയാണ് ബോംബ് വെച്ചതെന്നാണോ അതോ വിവരം നൽകിയതാണോ എന്ന കാര്യത്തിൽ പോലീസ് രഹസ്യമായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇയാളുടെ ലക്ഷ്യം മോദിയായിരുന്നോ അതോ പരിപാടിക്ക് എത്തുന്ന ജനക്കൂട്ടമായിരുന്നോ എന്ന കാര്യത്തിലും ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ഭീഷണി സന്ദേശത്തിന് പിന്നാലെ HAL പരിസരത്തും ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററിന്റെ പരിസരത്തും പോലീസ് വ്യാപക പരിശോധന നടത്തി. HALൽ ഒന്നും കണ്ടെത്താനായില്ലെങ്കിലും ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററിന് സമീപത്ത് നടത്തിയ പരിശോധന പോലീസിനെ ഞെട്ടിച്ചു. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന വഴിയോരത്തെ കോമ്പൗണ്ട് വാളിനോട് ചേർന്നാണ് ജലാറ്റിൻ സ്റ്റിക്കുകൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. സാധാരണയായി പാറ പൊട്ടിക്കുന്നതിനും മറ്റുമായിട്ടാണ് ഇത്തരം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഇവയുടെ വിൽപ്പന കടുത്ത ലൈസൻസിംഗ് നിബന്ധനകൾക്കും സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും വിധേയമായിട്ടാണ് നടക്കുന്നത്. പ്രദേശത്തെ സുരക്ഷാ നിരീക്ഷണത്തിനായി നിയോഗിക്കപ്പെട്ട ഒരു പോലീസ് കോൺസ്റ്റബിളാണ് ജലാറ്റിൻ സ്റ്റിക്കുകൾ ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയുമായിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് S. ഗിരീഷ് പ്രതികരിച്ചു. ഇവ കണ്ടെത്തിയ കോൺസ്റ്റബിളിന്റെ ജാഗ്രതയെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി എത്തുന്നതിന് തൊട്ടുമുമ്പ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് സുരക്ഷാ ഏജൻസികളെ അമ്പരപ്പിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ സംഭവസ്ഥലത്തെത്തി പരിശോധനകൾ കടുപ്പിച്ചു. പിടിയിലായ ആൾക്ക് ഏതെങ്കിലും ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടോ അതോ മറ്റേതെങ്കിലും താല്പര്യമാണോ ഇതിന് പിന്നിലെന്നും പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്.